അജ്ഞാനത്തിൽ ആണ്ടുമുങ്ങിയ ജനങ്ങളിൽ ആത്മീയതയുടെ സന്ദേശം പകർന്നു നൽകിയ ക്രിസ്തുവിന്റെ ജീവിതം വഴികാട്ടിയായതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് എന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സ്നേഹത്തിന്റെയും ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പുഷ്പങ്ങൾ കൊണ്ട് നമുക്ക് ഹൃദയമാകുന്ന പുൽക്കൂട് അലങ്കരിക്കാമെന്നും അവിടെ സന്നിഹിതനാകാൻ യേശുദേവനെ ക്ഷണിക്കാമെന്നും അമ്മ ക്രിസ്മസ് ദിന സന്ദേശത്തിൽ പറഞ്ഞു. സംഘർഷവും അനൈക്യവും അശാന്തിയും നിറഞ്ഞ ഈ ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താനുള്ള പരിശ്രമങ്ങൾക്ക് ഈ ക്രിസ്മസ് പ്രചോദനമാകട്ടെ എന്നും അമ്മ ചൂണ്ടിക്കാട്ടി. ആത്മാക്കൾ ലോകത്തിലേക്ക് കടന്നു വരുന്നത് വസന്തം വരുമ്പോൾ ചെടികളും വള്ളികളും വൃക്ഷങ്ങളും പൂക്കുകയും തളിർക്കുകയും ചെയ്യും. തുമ്പികളും പൂമ്പാറ്റകളും പറവകളും ആഹ്ലാദത്തോടെ പറക്കും. മണ്ണിലും വെണ്ണിലും പൊതുചൈതന്യം നിറഞ്ഞതുപോലുള്ള അനുഭവമാണത്. ഇതുപോലെ മഹാത്മാക്കൾ മനുഷ്യ സംസ്കാരത്തിന് നവജീവൻ പകരുന്നു. ജനഹൃദയങ്ങളിൽ അവർ ആഹ്ലാദത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും വേലിയേറ്റം ഉണർത്തുന്നു. മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഈശ്വരസാക്ഷാത്കാരമാണെന്ന് അവരുടെ സാന്നിധ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അജ്ഞാനത്തിൽ ആണ്ടുമുങ്ങിയ ജനങ്ങളിൽ ആത്മീയയുടെ സന്ദേശം വരുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതം വഴിയെടുത്ത് തന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കരുണയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും പുഷ്പങ്ങളാൽ നമുക്ക് ഹൃദയമാകുന്ന പുൽക്കൂട് അലങ്കരിക്കാം. അവിടെ സന്നിഹിതനാകാൻ ഈശ്വരനെ നമുക്ക് ക്ഷണിക്കാം. മഹാത്മാക്കൾ അവരുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിച്ചു തരുന്ന പാതയെ ഓർക്കുകയും പിന്തുടരുകയും ചെയ്യാം. സംഘർഷവും അനൈക്യവും അശാന്തിയും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കാൻ ഈ ക്രിസ്മസ് നമുക്ക് പ്രചോദനമാകട്ടെ.